കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധഗ്രാമം പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന് തുടക്കം. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വിജയൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന കൃഷി വകുപ്പ്, മെഡിസിനൽ പ്ലാന്റ് ബോർഡ്, ഔഷധി, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 25 ഏക്കറിൽ ആരംഭിച്ച ഔഷധഗ്രാമം പദ്ധതി രണ്ടാം ഘട്ടത്തിൽ 100 ഏക്കറിൽ 100 മേനി വിളവാണ് ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ 34 കർഷകരും രണ്ടാം ഘട്ടത്തിൽ 97 കർഷകരുമാണ് കുറുന്തോട്ടി കൃഷിയുടെ ഭാഗമായത്. വിളവെടുത്ത കുറുന്തോട്ടിയും വിത്തും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ തൃശൂരിലെ മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വഴി ഔഷധിയാണ് ശേഖരിക്കുന്നത്. മികച്ച ജൈവ കാർഷിക നിയോജക മണ്ഡലത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ഔഷധഗ്രാമ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം കല്യാശ്ശേരി മണ്ഡലത്തിന് ലഭിച്ചിരുന്നു. മൂന്നാം ഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനം വിജയൻ MLA നിർവഹിച്ചു. അത് നിർവഹിക്കാത്ത ചിലർക്കെങ്കിലും വളരെ ചുരുക്കമാളുകൾക്ക് വിചാരിച്ച ലാഭമുണ്ടായില്ല. നഷ്ടമുണ്ടായിട്ട് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. ഈ കൃഷിക്ക് വന്ന ഒരാൾക്കും നഷ്ടമുണ്ടായിട്ടില്ല. പക്ഷെ വിചാരിച്ച ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നതാണ്. അതോടൊപ്പം നമ്മൾ പല സബ്സിഡികളും കർഷകർക്ക് കൊടുത്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉണ്ട്, പഞ്ചായത്തിൻ്റെ ഉണ്ട്, മെഡിസിനൽ പ്ലാന്റ് ബോർഡിൻ്റെ പ്രത്യേകമായ സഹായങ്ങളുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതിയെ വീണ്ടും വിപുലീകരിച്ചുകൊണ്ട് ആരംഭിക്കാൻ തീരുമാനിച്ചത്. കർഷകർക്കുള്ള പരിശീലനവും രണ്ടാം ഘട്ടത്തിൽ മികച്ച വിളവ് ലഭിച്ച ഗ്രൂപ്പ് കർഷകൻ, പുരുഷ വനിതാ വിഭാഗം, മികച്ച വ്യക്തിഗത കർഷകൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജർ അധ്യക്ഷത വഹിച്ചു. K സതീഷ് കുമാർ, TK ഹൃദിക്, ഡോക്ടർ OL പായസ്, K പത്മനാഭൻ, KV ഗോവിന്ദൻ, KP പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.